ക്യൂട്ട് ലുക്കുള്ള ഒരു വില്ലൻ, കുട്ടികളുടെ മനസ്സും സ്വഭാവവും. എന്നാൽ ഒരു ഗുണ്ട എലമെന്റ് എവിടെയെങ്കിലും വേണ്ടേ? അതിനുവേണ്ടി ഒരു മീശയും. അതോടെ ചേരാത്തൊരു മീശ പിടിപ്പിച്ച ക്യൂട്ട് ഗുണ്ട റെഡി. സത്യനന്ദിക്കാട് ചിത്രം മഴവിൽ കാവടിയിലെ മീശവാസുവിലൂടെ മലയാളികളുടെ ഗുണ്ടാ സങ്കല്പങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് അവരുടെ മനസ്സിൽ ഒരു കസേര വലിച്ചിട്ട് കയറിയങ്ങിയിരിക്കുകയായിരുന്നു പറവൂർ ഭരതൻ. മീശവാസുവായും ആനപ്പാറ അച്ചമ്മയുടെ മൂത്ത പുത്രൻ പരശുരാമനായും ഹരിഹർ നഗറിലെ മായയുടെ മുത്തച്ഛനായും ഇന്നും നമ്മുടെ മീമുകളിലും ട്രോളുകളിലും മനസ്സുകളിലും നിറഞ്ഞു നിൽക്കുന്ന പറവൂർ ഭരതൻ നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് ഇന്ന് 9 ആണ്ട്. പറവൂർ ഭരതൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാകാത്ത അദ്ദേഹത്തെ മനസ്സിലാക്കിയെടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ചില ഡയലോഗുകളുണ്ട്. ഇന്നും നിത്യജീവിതത്തിൽ പോലും ഉപയോഗിക്കുന്ന ചിലത്. തൻ്റെ ദേഹത്ത് വന്ന് മുട്ടി തന്നെ തള്ളി താഴെയിട്ട അപ്പുകുട്ടനോട് നിന്റെ മുഖത്ത് ഇത്രയും വലിയ കണ്ണില്ലേ മത്തങ്ങ പോലെ എന്ന് ചോദിക്കുമ്പോൾ ഒരേ സമയം ചിരിക്കുകയും അപ്പുകുട്ടനെ പോലെ നമ്മളും ഒന്ന് ചൂളി പോവുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ ഏറ്റവും മനസ്സിൽ തറച്ച കഥാപാത്രം മീശവാസു ആണെന്ന് തന്നെ പറയാം. സൈക്കിളിൽ പോകുന്ന അമ്മിണിക്കുട്ടിയെയും കുട്ടനെയും കയ്യോടെ പിടിച്ച് തന്റെ മുതലാളിക്ക് ഒറ്റിക്കൊടുത്താണ് വാസുവിന്റെ എൻട്രി തന്നെ. തുടർന്ന് സിനിമയുടെ ഗതിക്കനുസരിച്ച് വാസുവിന്റെ വക ഒരു റോളർ കോസ്റ്റർ റൈഡ് തന്നെയായിരുന്നു. ആ നാട്ടിൽ ആദ്യമായി കാർ വാങ്ങുന്ന ശങ്കരൻകുട്ടി മേനോൻ പറഞ്ഞിട്ട് വണ്ടി ഒന്ന് തിരിച്ചിടാൻ നമ്മുടെ കൺവെട്ടത്ത് നിന്നും വാസു മറയുന്നതും ഒരു ശബ്ദം കേൾക്കുന്നു. ആ കാർ ഇടിക്കുന്നതോ തകരുന്നതോ ചിത്രത്തിലില്ല. എന്നാൽ ഓടി വരുന്ന മീശവാസു ഇത്രയും കാലം അതിലെ നടന്നിട്ടും അങ്ങനെ ഒരു മരം അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നതോടെ ശങ്കരൻകുട്ടി മേനോന്റെയും ആ നാട്ടിലെയും ആദ്യത്തെ കാറിന്റെ അവസ്ഥ എന്താണെന്ന് വ്യക്തം. പെണ്ണുകാണലുകാരുടെ മുന്നിൽ ഇല്ലാത്ത ആനയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പതറുന്ന ശങ്കരൻകുട്ടി മേനോനെ ആനയെ മേയാൻ വെട്ടിരിക്കുകയാണ് എന്ന ഇല്ലോജിക്കൽ ന്യായത്തിലൂടെ വാസു രക്ഷിച്ചു. ഈ മീശയും വെച്ച് ഇങ്ങനെ കരയല്ലടോ എന്ന ഇന്നസെന്റിന്റെ പരിഹാസവാക്കിലാണ് ഇത്രയും വലിയ മീശയൊക്കെ കയ്യിലുള്ള ഒരു ഗുണ്ടയാണല്ലോ വാസു എന്ന് നമ്മൾ പോലും ഓർത്തു പോകുന്നു. അവസാനം നായകപക്ഷത്തേക്ക് മാറുമ്പോഴാണ് വില്ലൻ പക്ഷത്ത് പോലും നമ്മൾ വാസുവിനെ വെറുത്തിരുന്നില്ല എന്ന് കണ്ടിരുന്ന ഓരോരുത്തർക്കും ഓർമ്മ വരുന്നത്. തമാശയ്ക്ക് പുറമെ ബുദ്ധിജീവിയും ഡോക്ടറും അച്ഛനും ഒക്കെ ഭരതന് വഴങ്ങി. ഭരതന്റെ കയ്യിൽ ഒരുവിധപ്പെട്ട സ്വഭാവ വേഷങ്ങളെല്ലാം ഭദ്രമാണെന്ന് മലയാള സിനിമ വിശ്വസിച്ചു. വെറുതെ അങ്ങ് വിശ്വസിച്ചതല്ല, അത് സത്യമാണെന്ന് ഭരതൻ ഓരോ ചിത്രത്തിലൂടെയും തെളിയിക്കുകയും ചെയ്തു. 1950 സിനിമാഭിനയം തുടങ്ങിയ അദ്ദേഹം നീണ്ട 65 വർഷത്തിനിടയിൽ 1000-ഓളം ചിത്രങ്ങളിലാണ് വേഷപ്പകർച്ച നടത്തിയത്. മലയാളത്തിന്റെ നിത്യഹരിത നായകനായ പ്രേം നസീറിനേക്കാൾ മുൻപേ സിനിമയിലെത്തിയ മുതിർന്ന താരം കൂടിയാണ് പറവൂർ ഭരതൻ. 1951 രക്തബന്ധം എന്ന സിനിമയിൽ ചെറിയ വേഷത്തിലാണ് അഭിനയ ജീവിതം തുടങ്ങിയത്. 2009 വരെ സിനിമാ ലോകത്ത് സജീവമായിരുന്നു. വലുതും ചെറുതുമായ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ആദ്യകാല സിനിമകളിൽ വില്ലൻ വേഷങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം പിന്നീടാണ് കോമഡി വേഷങ്ങളിൽ സ്ഥിരം മുഖമായത്. സ്കൂളിൽ മോണോ ആക്ടും തുടർന്ന് നാടകങ്ങളും ഭരതന്റെ ജീവിതത്തെ അഭിനയ വഴിയിലേക്ക് പതിയെ കടത്തിവിടുകയായിരുന്നു. 1964 എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കറുത്ത കൈയിലെ മുഴുനീള വില്ലൻ വേഷമാണ് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ ആദ്യത്തെ വഴിത്തിരിവ്. ചങ്ങാതിക്കൂട്ടമാണ് അവസാന ചലച്ചിത്രം. ഓർത്തെടുക്കാൻ ഒരുപിടി നല്ല വേഷങ്ങളും ആരാലും മായ്ക്കാൻ കഴിയാത്ത ഒരു സ്ഥാനവും മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. ഇനി വരുന്ന തലമുറകൾക്കും ഇങ്ങനെയൊരു ഗുണ്ടയെ നിങ്ങൾ ഉറപ്പായും കണ്ടിട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞ് മീശവാസുവിനെ നമുക്ക് കാട്ടിക്കൊടുക്കാനാകും. അതുതന്നെയാണ് അഭിനയ ജീവിതത്തിലെ പറവൂർ ഭരതന്റെ വിജയവും.